ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും തമ്മിൽ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും എന്തിനെ കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഏതാണ്ട് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. കുറച്ചൊരു സീരിയസ് ഇഷ്യൂ തന്നെയാണ്, നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ ആണ്. ഈ വീഡിയോ എന്തിനെക്കൊണ്ട് ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ, ഞങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി. ആ ഇൻസിഡൻറ്റ് ഉണ്ടായ സമയത്ത് ഞങ്ങൾ മനസ്സിലാക്കി ഇതിൻ്റെ ഒരു ആവശ്യകത എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലൈഫിൽ ഇത് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ തോന്നി ഇത് പുറമേ ആൾക്കാരോട് പറയണം. കാരണം ഞാൻ ഇതിൽ കുറേ പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പല കാര്യങ്ങളും ജനങ്ങൾക്കറിയില്ല. ജനങ്ങൾക്കറിയാത്തത് മാത്രമല്ല, ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പലരും പോകുന്നില്ല. അപ്പം അതിനെക്കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ ഹോസ്പിറ്റൽ എക്സ്പെൻസസും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കൂടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. പക്ഷേ നമ്മളിൽ പലരും അത് വളരെ ലൈറ്റായിട്ട് എടുക്കുകയാണ്. നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് നമുക്കൊരു പ്രശ്നവും വരില്ല എന്നുള്ള കോൺഫിഡൻസിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഒരു ചെറിയൊരു അശ്രദ്ധ മതി നമ്മളുടെ എല്ലാ ഇതും സിസ്റ്റവും ഇല്ലാതാക്കാൻ. അപ്പം അതിനെക്കൊണ്ടാണ് ഈ വീഡിയോ ഞങ്ങൾ ചെയ്യുന്നത്. ആദ്യമായിട്ട് പറഞ്ഞാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങളുടെ മകൻ്റെ ഒരു വീഡിയോ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും നമ്മളുടെ ചാനലിൽ. അവന് ചെറിയൊരു സർജറി ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ പല പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും പോയി അവിടെ എല്ലാം ബില്ലും ബാക്കിയുള്ള കാര്യങ്ങളും കണ്ട് പെട്ടെന്ന് ഞങ്ങൾക്ക് അത്രയൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞങ്ങൾക്ക് തോന്നിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു, ഓക്കെ, എന്താണ് നമുക്ക് ഒന്ന് മെഡിക്കൽ കോളേജ് ട്രൈ ചെയ്യാമെന്ന്. അങ്ങനെയാണ് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പോകുന്നത്. മെഡിക്കൽ കോളേജിൻ്റെ ഫെസിലിറ്റീസിനെ കുറിച്ചൊന്നും അല്ല ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾക്ക് ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാകുമ്പം നമുക്ക് അവിടെ കിട്ടാവുന്നത് അത്ര എളുപ്പമല്ല. അപ്പോയിൻമെൻറ്റ് കിട്ടുക, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ. അപ്പോൾ അത് തന്നെ നമുക്ക് പ്രൈവറ്റ് ആശുപത്രികളെ തന്നെ നമുക്ക് എന്താ പറയുക, നമ്മൾ അവരെ തന്നെ നമുക്ക് വേണ്ടൊരു സിറ്റുവേഷനാണ് എന്തൊക്കെ പറഞ്ഞാലും. അങ്ങനെ ആ സമയങ്ങളിലാണ് നമ്മൾ മനസ്സിലാക്കുക അവിടുത്തെ റൂം റെൻറ്റിൻ്റെ കാര്യങ്ങളും, അവിടുത്തെ ഇപ്പോൾ ഒരു സർജറി ആണെങ്കിൽ സർജിക്കൽ ബാക്കിയുള്ള എക്സ്പെൻസസ്, അവിടെയുള്ള ടെസ്റ്റിൻ്റെ എക്സ്പെൻസസ്, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾക്ക് എന്താ പറയുക ഭയങ്കരമായ ഒരു ബേർഡനായിരിക്കും. നമ്മൾക്ക് ഒരിക്കലും അത് അത്ര എളുപ്പത്തിൽ അഫോർഡ് ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് നമ്മൾ ഈ മാസം കറക്റ്റായി പോകുന്ന ഒരാൾക്ക് അത് വളരെ അധികം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് എന്താ പറയുക ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കാരണം പലരും ഇത് മനസ്സിലാക്കിയില്ല. ഞാനത് ഡീറ്റെയിലി പഠിച്ചപ്പോഴാണ് എനിക്കിതിനെക്കുറിച്ചുള്ള പല കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള ഇടയുണ്ടായത്. അങ്ങനെ ഒരു അവസ്ഥ എൻ്റെ സുഹൃത്തിന് വന്നൊരവസ്ഥ നിങ്ങൾക്ക് വരാതിരിക്കട്ടെ. എൻ്റെ മോൻ്റെ കാര്യമാണെങ്കിലും ഞങ്ങൾ ബുക്ക് ചെയ്തു, ഞങ്ങൾ ആദ്യം പോയി അപ്പോയിൻമെൻറ്റ് എടുത്തു, പിന്നെ ഞങ്ങൾക്കൊരു സർജറി ഡേറ്റ് കിട്ടാൻ തന്നെ 3-4 മാസം എടുത്തു. അപ്പോൾ എന്താ പറയുക, അതൊരു എമർജൻസി സിറ്റുവേഷൻ അല്ലാത്തതിനെ കൊണ്ട് അത് ഞങ്ങൾക്ക് അത്ര വലിയ പ്രശ്നമായിരുന്നില്ല. അതിനെക്കൊണ്ട് ഞങ്ങൾ വിചാരിച്ചു, ഓക്കെ, ഞങ്ങൾക്ക് കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ട് മെഡിക്കൽ കോളേജിനെ തന്നെ ചൂസ് ചെയ്യാം. പക്ഷേ ഒരു എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾക്ക് എന്തെങ്കിലും ഒരു ബാക്കപ്പ് വേണ്ടേ? ഇപ്പോൾ ഇത്തരം ഹോസ്പിറ്റൽ ചിലവുകൾ, ബാക്കി മരുന്നിൻ്റെ ചിലവുകൾ, ടെസ്റ്റ്, അങ്ങനെ പലതരം ചിലവുകളും ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരേ ഒരു സൊല്യൂഷനേ നമ്മളെ മുന്നിലുള്ളൂ. അതാണ് ഹെൽത്ത് ഇൻഷുറൻസ്. അതൊരു കുടുംബത്തിനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് വേണമെന്ന് പറയുന്നത് വളരെ കൃത്യമായ കാര്യമാണ്. നമ്മൾ വളരെ ലഘുവായിട്ട് എടുക്കുന്ന ഒരു കാര്യമാണ് എന്തിനാണ് ഇൻഷുറൻസ് എന്ന് വിചാരിക്കുന്നത്. പക്ഷെ അതല്ല, അതൊരു നെസസിറ്റിയാണ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ. അപ്പം നമ്മൾ ഓരോരുത്തരും ഞങ്ങൾ ചെയ്തൊരു മിസ്റ്റേക്കായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ചെയ്യാതിരുന്നത്. അതിനെക്കൊണ്ട് ഞാനത് കുറേ പഠിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഞാൻ കരുതിയതാണ് ഈ വീഡിയോ ചെയ്യാനുള്ളത്. സോ എല്ലാവരും മസ്റ്റായിട്ട് ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് കൂടുതൽ പഠിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അതിനെക്കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ. അപ്പം ഇതിൽ തന്നെ വളരെ കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ ആദ്യം ഒരു ഇൻഷുറൻസ് എടുക്കാൻ പോയ സമയത്ത് തന്നെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോടാണ് ആദ്യം ചോദിച്ചത്. ആ സുഹൃത്തിനോട് പറഞ്ഞൊരു കാര്യമാണ്, അതായത് നമ്മളെല്ലാവരും നോക്കുന്നൊരു കാര്യമുണ്ട്, പ്രീമിയം ഏറ്റവും കുറഞ്ഞത് എടുക്കുക. നമ്മളുടെ ഒരു മൈൻഡ് സെറ്റ് ആണല്ലോ. അതായത് ഒരാളടുത്ത് ചോദിക്കുമ്പം അയാൾ പറയാണ്, ഓക്കെ, ഒരു വർഷത്തേക്ക് നിങ്ങളുടെ മൊത്തം ഫാമിലിക്ക് 15,000 രൂപയാണ് അല്ലെങ്കിൽ 17,000 രൂപയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും അടുത്തൊരു ഏജൻറ്റിൻ്റെ അടുത്ത് പോകും. അപ്പോൾ അദ്ദേഹം പറയാണ്, അല്ല, നിങ്ങൾക്ക് ഞാൻ അതേ പോളിസി നിങ്ങൾക്ക് ഞാൻ 15,000 രൂപയ്ക്ക് തരാം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു മൈൻഡ് സെറ്റ്, നമ്മൾ പറയും, ഓക്കെ, 2,000 രൂപ നമുക്ക് അവിടെ ലാഭിച്ച് കിട്ടുമല്ലോ എന്ന് തോന്നുമ്പോൾ നമ്മൾ നേരെ അതിലേക്ക് സ്വിച്ച് ചെയ്തിട്ട് നമ്മൾ വിചാരിക്കും, ഓക്കെ, നമ്മൾ ലാഭിച്ചല്ലോ 2,000 എന്ന്. പക്ഷേ നമ്മൾ പലപ്പോഴുമായിട്ടും അതിൻ്റെ ഉള്ളിലെ കണ്ടൻറ്റും അതിൽ എന്തൊക്കെ ക്ലോസ് അവർ വെച്ചിട്ടുണ്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല.
ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. നമ്മൾ വളരെയധികം മനസ്സിലാക്കണം. നമ്മളെ എന്താ പറയുക, നമ്മളോട് ഇവരെല്ലാവരും ചെയ്യുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ ചിലപ്പം കംപ്ലീറ്റ് ആയിട്ട് പല കാര്യങ്ങളും പറയില്ല. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും എന്താ പറയുക, അതിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് നമ്മൾ ഓക്കെ എന്ന് പറയും. പക്ഷേ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട പല പല കാര്യങ്ങളുണ്ട്. എത്ര എമൗണ്ടിനാണ് ആ സം ഇൻഷുർഡ് ആയിരിക്കുന്നത്, അതായത് എത്ര രൂപയുടെ പ്രീമിയമാണ്. ചില ഇൻഷുറൻസ് പോളിസീസിന് എന്താ പറയുക, നമ്മൾക്ക് അവർ തന്നിരിക്കുന്നത് ഇപ്പോൾ ഒരു 5 ലക്ഷത്തിൻ്റെയോ 10 ലക്ഷത്തിൻ്റെയോ പോളിസിയാണ്. ആ 10 ലക്ഷത്തിൻ്റെ പോളിസി നമ്മൾ ഒരു വർഷം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചില കമ്പനികളെല്ലാം അതിനൊരു റീചാർജബിൾ ടൈപ്പിൽ നമുക്ക് പിന്നെയും അത് എന്താ പറയുക, അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് അതേ ഇയർ പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റുന്ന തരം സ്കീംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പല തരം കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കോ പേയ്മെൻറ്റ് എന്ന് പറയുന്ന, ഇത് ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ പറയാം കേട്ടോ. കോ പേയ്മെൻറ്റ് എന്ന് പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാലും അത് നമ്മൾ നോക്കിയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അതിൽ 1% അല്ലെങ്കിൽ 5% to 10% നമ്മൾ അടയ്ക്കുകയും ബാക്കി ഇൻഷുറൻസ് കമ്പനികൾ അടയ്ക്കുകയും എന്നൊരു സ്കീമെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളിത് നോക്കാതെ നമ്മൾ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ആശുപത്രിയിൽ പോയിട്ട് അപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുക, അയ്യോ നമ്മൾ ഇത്ര ഒരു ശതമാനം നമ്മൾ അടയ്ക്കണമല്ലോ എന്ന്. അപ്പോൾ പലരും ഇത് ശ്രദ്ധിക്കുന്നില്ല. അതേപോലെ എൻ്റെ ഒരു സുഹൃത്തിന് പറ്റിയതാണ്. ഇതേപോലെ തന്നെ ഒരു ഇൻഷുറൻസ് പോളിസിയിൽ ആൾ ചേർന്നു. ആൾ ഈ പറഞ്ഞ പോലെ തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയില്ല. ഓക്കെ, എന്നിട്ട് ഈ ചേർന്നു 1 വർഷം 2 വർഷമൊക്കെ ആയിട്ട് എന്താ പറയുക, ഇതൊക്കെ പ്രീമിയം ഒക്കെ അടച്ചു പോയി. ഒരു എമർജൻസി കേസ് വന്നു അവരുടെ ഫാമിലിയിൽ. അവരിതേപോലെ തന്നെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ പറഞ്ഞു സർജറി ചെയ്യണമെന്ന്. സർജറി ചെയ്യേണ്ട സമയത്താണ് ഇവർ ഇത് എന്താ പറയുക, അവിടെ ഹോസ്പിറ്റലായിട്ട് സംസാരിച്ചപ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത് ഇവരുടെ ഇൻഷുറൻസ് പോളിസിയിൽ സർജറി ഇൻക്ലൂഡഡ് അല്ല. ഓക്കെ, സർജറീൻ്റെ എക്സ്പെൻസസ് കസ്റ്റമർ തന്നെ പേ ചെയ്യണമെന്നാണ്. അവർ ഷോക്കിംഗ് ആയിപ്പോയി. അവർ ഇൻഷുറൻസ് കമ്പനീനെ വിളിച്ചു, പലതും സംസാരിച്ചു. പക്ഷെ അവർ പറഞ്ഞു ഓൾറെഡി നിങ്ങൾ സൈൻ ചെയ്തതിൽ ഇങ്ങനെയാണ്, നിങ്ങളുടെ പോളിസിയുടെ എന്തൊക്കെയൊക്കെ ബെനിഫിറ്റ്സ് ആണെന്ന് അവർ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ ആംഗിൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മളിൽ പലർക്കും ഇത് ധാരണയില്ല. ഓക്കെ, അപ്പോൾ A to Z നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഏതൊക്കെയൊക്കെ ഇൻഷുറൻസ് പോളിസീസ് ആണ് എടുക്കേണ്ടത്, അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു വെയിറ്റിംഗ് പീരീഡ് 1 മുതൽക്ക് 2 വർഷം വരെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവും. ആ വെയിറ്റിംഗ് പീരീഡിനെ കുറിച്ച് മനസ്സിലാക്കണം. കാരണം നമ്മൾ ഇൻഷുറൻസ് എടുത്ത ഉടനെ പലരും വിചാരിക്കുന്നത് ഓക്കെ ഇൻഷുറൻസ് എടുത്തു അടുത്ത തന്നെ നമുക്കൊരു സർജറിക്കോ വേറെ എന്തെങ്കിലും ആവാം എന്നുള്ളത്. അത് നമുക്ക് പോസിബിളായ കാര്യമല്ല. അപ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കണം. അതേപോലെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ഓൾറെഡി എന്തെങ്കിലും ഡിസീസസ് ഉണ്ടെങ്കിൽ അത് മറച്ചു വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും പോകരുത്. അത് നിങ്ങൾ അതിൻ്റെ എല്ലാം കാര്യങ്ങളും പറഞ്ഞിട്ട് തന്നെ ഇൻഷുറൻസ് എടുക്കണം. അപ്പോൾ അതിനുള്ളതനുസരിച്ച് പ്രീമിയം മാറും. അപ്പോൾ അങ്ങനത്തെ പല പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ. അപ്പം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. കുടുംബത്തിനെ സ്നേഹിക്കുന്നവർക്ക് എല്ലാവർക്കും വേണ്ട ഒരു കാര്യമാണ് ഹെൽത്ത് ഇൻഷുറൻസ്. അപ്പോൾ ഇത് മനസ്സിലാക്കണം. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ചിരിക്കും ഇനിയുള്ള അങ്ങോട്ടേക്കുള്ള വീഡിയോസും. പിന്നെ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും കുറച്ച് ഇൻഫോർമേഷൻ പാസ് ചെയ്യാനായി എന്ന് എൻ്റെ വിശ്വാസം. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതിനെക്കുറിച്ച് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, കൂടുതൽ എന്തെങ്കിലും ക്ലാരിറ്റി വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.